നമ്മളിപ്പം ഷാർജയിലാണ്. ഷാർജയിൽ ഇപ്പോൾ ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല. ഓണാഘോഷത്തിന് പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയൊരു പരിപാടിയാണ് ആവണി പൊന്നോണം 2023. നമ്മളെല്ലാവരും അത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹണിറോസും അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസുകളും എല്ലാം ചേർന്നിട്ട് ഒരു വലിയൊരു പ്രോഗ്രാമാണിത്. മാത്രമല്ല അടിപൊളി സദ്യയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആവണി പൊന്നോണം കണ്ടിട്ട് വരാം. വരും. കുറച്ച് ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ക്ലിപ്പുകളും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ കണ്ടന്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. UAE ഇപ്പോഴും ഓണം കഴിഞ്ഞിട്ടില്ല. ഓണവും ഓണക്കളിയും ഓണസദ്യയും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഓണസദ്യ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ജാതിമത ഭേദമില്ലാതെ കേരളം കൊണ്ടാടുന്ന ഒരു വലിയ ഉത്സവമാണ് ഓണം. മഹാബലിയും അത്തപ്പൂക്കളവും എല്ലാം ചേർന്ന ഒരു 10 ദിനത്തിന്റെ ദിവസം. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹാർവെസ്റ്റിംഗ് ഡേയ്സ്. പണ്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു ഹാർവെസ്റ്റിംഗ് പീരീഡ് ഓഫ് 10 days ആണ് ഓണം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ തിങ് എന്ന് പറയുന്നത് അത് ഓണസദ്യയാണ്. ഓണസദ്യ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റും മിനറൽസും വൈറ്റമിനും എല്ലാം കൂടിച്ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ആഹാരമാണ് നമ്മൾ സദ്യ കഴിച്ച് മടങ്ങുമ്പോൾ കിട്ടുന്നത്. മാത്രവുമല്ല ഈ ആഹാരം കഴിക്കുന്നതിലുമുണ്ട് ഒരു പ്രത്യേകത. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് നല്ല വാഴയിലയിലാണ്. വാഴയിലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വാഴയിലയിൽ ആൻറ്റി ബാക്ടീരിയൽ
ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. റിച്ച് ആന്റി ഓക്സിഡൻസും അതുപോലെ ആന്റി ബാക്ടീരിയലും ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കാരണം നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നു. ചൂടുള്ള പദാർത്ഥങ്ങൾ ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള വാഴയിലയിൽ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോറ് മുതൽ ഒരു 10-20 കൂട്ടം കറികളുമായി അവസാനം ഒരു മധുരത്തിൽ അടങ്ങുന്ന നമ്മുടെ ഈ ആഹാര ക്രമീകരണത്തിന് അല്ലെങ്കിൽ ഈ ഓണസദ്യക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് റെഡ് റൈസ് അല്ലെങ്കിൽ നമ്മുടെ ചെമ്പാവരി അരി എന്ന് പറയുന്നത്. ഈ റൈസിൽ ഇതുപോലെ തന്നെ ഹൈ അല്ലെങ്കിൽ റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ആണ്. അതുപോലെ തന്നെ നല്ല അളവിൽ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റും ഉണ്ട്. ഈ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം ഹാർട്ട് ഡിസീസസിനെ റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് ജാഗറി. ജാഗറി അല്ലെങ്കിൽ ശർക്കര. ശർക്കരയും ഇതുപോലെ ഒരു കൂട്ടം ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അനീമിയ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെ എല്ലാ കറികളും കഴിഞ്ഞ് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് പായസത്തിലാണ്. പായസമില്ലാതെ സദ്യ നമുക്ക് പൂർണ്ണമാവില്ല. 2 തരത്തിലുള്ള പായസമാണ് സാധാരണയായി നമ്മൾ കഴിക്കാറുള്ളത്. ഒന്ന് ശർക്കര അടങ്ങിയ പായസവും ഒന്ന് സാധാരണ പഞ്ചസാര അടങ്ങിയുള്ള പായസവും. ശർക്കര കൊണ്ട് ഉണ്ടാക്കിയ പായസത്തില് ഇരുമ്പ്, സിങ്ക്, പൊട്ടാസ്യം തുടങ്ങിയവയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ കാൽസ്യം, പ്രോട്ടീൻ, ഫോസ്ഫറസ് തുടങ്ങിയവയൊക്കെ പാലട പ്രഥമനിലായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. സദ്യക്ക് ശേഷം ഒരു ഗ്ലാസ് ചുക്കുവെള്ളം, ആഹാ അന്തസ്, അത് നമ്മൾ കുടിക്കാൻ മറക്കരുത്. കാരണം ഇഞ്ചിയുടെ ഗുണങ്ങൾക്കുള്ള അതേ പങ്ക് ഈ ചുക്കിനുമുണ്ട്. സദ്യ ഉണ്ടതിന് ശേഷമുള്ള ക്ഷീണം അകറ്റാനും ആഹാരം പെട്ടെന്ന് ദഹിപ്പിക്കുവാനും ഈ ചുക്ക് വെള്ളം നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു വിഭവസമൃദ്ധമായ ആഹാരം അല്ലെങ്കിൽ നമ്മുടെ സദ്യ കഴിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ട എല്ലാ പോഷകാഹാരവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി നീക്കി വെക്കുന്ന ഓരോ കറികൾക്ക് മുന്നേ നമ്മൾ ചിന്തിക്കണം ഇതിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന്.